നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ വിളിച്ചു വരുത്തി പുട്ടും കടലയുമൊക്കെ ഇഷ്ടഭക്ഷണങ്ങൾ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ തോമസ് മാഷും കൂടി സൽക്കരിച്ചിട്ട് ഏറ്റവും ഒടുവിൽ തൊട്ടടുത്ത ദിവസം തന്നെ കേരളത്തിനിട്ട്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനിട്ട് 8ന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്. രാജ്യസഭയിൽ CPM അനുകൂലികൾ, CPM പ്രതിനിധികളൊക്കെ തന്നെ നിലവിളിച്ചോടേണ്ട ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രസംഗം ഇന്നിപ്പോൾ വൈറലായി പ്രചരിക്കുകയാണ്. 2 ദിവസം മുൻപ് രാജ്യസഭയിൽ വെച്ച് CPM അംഗങ്ങൾക്ക് നൽകിയ മറുപടിയിലാണ് കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു അനാചാരത്തെക്കുറിച്ച് ധനമന്ത്രി വാചാലയായത്. അതും പരിഹാസരൂപേണയുള്ള ചില ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. ബസ്സിൽ നിന്നിറങ്ങി ലഗേജുമായി പോകുന്നവർക്ക് പോലും നോക്കുകൂലി ചുമത്തുന്ന രീതിയുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് കേന്ദ്ര ധനമന്ത്രി പറയുന്നത്. ആ കമ്മ്യൂണിസമാണ് കേരളത്തിലും പശ്ചിമ ബംഗാളിലും വ്യവസായത്തെ തകർത്തതെന്നും രാജ്യസഭയിൽ വെച്ച് ആഞ്ഞടിച്ചു. നോക്കുകൂലി എന്ന പ്രതിഭാസം മറ്റെവിടെയും നമുക്ക് കാണാനായി സാധിക്കില്ല. അത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലാണുള്ളത്. ബസ് യാത്രക്കാരുടെ ലഗേജ് ഇറക്കി വയ്ക്കാൻ പോലും പോർട്ടർമാർ 50 രൂപ കൂലി വാങ്ങും. എന്നാൽ കൊടുക്കേണ്ടത് 100 രൂപയാണ്. എന്തെന്നാൽ ഈ ലഗേജ് ഇറക്കി വയ്ക്കുന്ന സമയത്ത് അത്രയും സമയം അതിനെ നോക്കി നിൽക്കുന്നതിനാണ് നോക്കുകൂലി എന്ന് പറയുന്നത്. 50 രൂപ അതിനായി വാങ്ങിക്കും. CPMകാരാണ് ഇതിന് പിന്നിലുള്ളത്. CPMൻ്റെ കാർഡുള്ളവർക്കൊക്കെ ഇത് കിട്ടും. അങ്ങനെയുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിലുണ്ടായിരുന്നത്. 2 ദിവസം മുമ്പ് നൽകിയ ഇൻ്റർവ്യൂവിൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നോക്കുകൂലി ഇല്ലെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. അതായത് ഇതിനു മുൻപ് ആ മേഖലയിൽ, ആ സ്ഥലത്ത് നോക്കുകൂലി ഉണ്ടായിരുന്നു എന്നതല്ലേ സത്യമെന്നാണ് കേന്ദ്ര ധനമന്ത്രി ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെ ശക്തമായി വിമർശിക്കാനെത്തിയപ്പോൾ ഇടത് MP-മാർക്ക് നേരെ ശക്തമായി തന്നെ ചീറ്റിയെടുക്കുകയായിരുന്നു ധനമന്ത്രി. തന്നെ കൂടുതൽ പഠിപ്പിക്കാനായി ആരും തന്നെ നിൽക്കേണ്ടെന്നും ആ മേഖലയിൽ നിന്നുള്ള ആളാണ് താനെന്നും പ്രതിപക്ഷ അംഗങ്ങളോട് മന്ത്രി കയർത്തു പറഞ്ഞു. തുടക്കം മുതൽ അവസാനം വരെ P. സന്തോഷ് കുമാർ MP ധനമന്ത്രി പറയുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാനുള്ള ശ്രമം നിരന്തരം നടത്തി. പക്ഷേ അതിരൂക്ഷമായ വിമർശനമാണ് അതിനും ഏൽക്കേണ്ടി വന്നത്. തൊട്ടു പിന്നാലെ സന്തോഷ് കുമാർ MPക്ക് നേരെയും ധനമന്ത്രി പാഞ്ഞെടുക്കുകയായിരുന്നു. കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എൻ്റെ വായിലേക്ക് ഒരിക്കലും തിരികെ കയറ്റാൻ ശ്രമിക്കേണ്ട എന്നാണ് ധനമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കേരള ഹൗസിൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തി. അതിന് പിറകെയാണ് കേരളത്തിന് നേർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടും അതിരൂക്ഷമായൊരു വിമർശനം നിർമ്മലാ സീതാരാമൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മണിപ്പൂർ വിഷയത്തിൽ ചർച്ച നടക്കുന്നതിനിടയിൽ തൃണമൂൽ കോൺഗ്രസ് MP-മാർ അതിരൂക്ഷമായി ബഹളം വെച്ചതോടെയാണ് ഈ സംഭവങ്ങളുടെ ഒക്കെ തന്നെ തുടക്കം. പ്രതിഷേധത്തിനിടയിൽ തൃണമൂൽ അംഗങ്ങളോട് നിർമ്മലാ സീതാരാമൻ സംസാരിച്ചു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങിപ്പോയി. പിന്നാലെ CPMൻ്റെ മുതിർന്ന അംഗമായ വികാസ് രഞ്ജൻ ഭട്ടാചാര്യ മണിപ്പൂർ വിഷയത്തെ എടുത്തിട്ടു. അതേക്കുറിച്ച് സംസാരിച്ചു. നിർമ്മലാ സീതാരാമനാകട്ടെ CPMനെ പറ്റിയും കമ്മ്യൂണിസത്തെ പറ്റിയും മറുവിമർശനം ഉന്നയിച്ചു. ബംഗാളിലും ത്രിപുരയിലും വലിയ പ്രശ്നങ്ങളും കലാപങ്ങളും നടന്നത് CPM ഭരിക്കുമ്പോഴായിരുന്നുവെന്നാണ് ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഇന്ന് ആകെ CPM ഭരണത്തിലുള്ള കേരളത്തെക്കുറിച്ചും കേരളത്തിലെ വ്യവസായ രംഗത്തെ സമ്പൂർണ്ണമായ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടിച്ചത് CPMൻ്റെ തന്നെ ഇത്തരത്തിലുള്ള നയങ്ങളാണെന്ന് എടുത്തു പറയുകയും ചെയ്തു. അതിനുദാഹരണമായിട്ടാണ് നോക്കുകൂലിയെക്കുറിച്ച് എടുത്തു പറഞ്ഞത്. നോക്കുകൂലി സമ്പ്രദായം ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പരാതിയും ഒട്ടനവധി ലഭിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ വർഷം പോലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടിക്ക് തിരുവനന്തപുരത്ത് നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുള്ള ഉദാഹരണങ്ങളും വാർത്തകളും ഒക്കെ തന്നെ നേരത്തെ തന്നെ പുറത്തു വന്ന വിഷയമായിരുന്നു. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ വ്യവസായ മേഖലകളിലും റെസിഡൻഷ്യൽ ഏരിയകളിലും തൊഴിലാളി യൂണിയനുകളുടെ അംഗങ്ങളുടെ നിരീക്ഷണത്തിലാണ് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ നിരീക്ഷകരുടെ ചുമതല ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരവസരം കിട്ടിയാൽ, അങ്ങനെ ഒരു സാധ്യത കണ്ടാൽ എല്ലാ യൂണിയൻ അംഗങ്ങൾക്കും അവർ വളരെ വേഗത്തിൽ ആ വിവരം എത്തിക്കും. ശേഷം സാധനം ഇറക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടത്തോടെ അമർത്തും. വലിയ ചർച്ചകൾക്ക് ശേഷം ജോലി തുടങ്ങും. ജോലി തുടങ്ങുന്നതിന് മുൻപ് വലിയ ഭീമമായ പണം ആവശ്യപ്പെടും. ജോലി ചെയ്യാനുള്ള അവകാശമെന്ന അവരുടെ ആവശ്യം പലപ്പോഴും സാധാരണക്കാരന് ഒരിക്കലും യുക്തിയുമായി പൊരുത്തപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല. ഭീമമായ തുകയടക്കം വാങ്ങി അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. പലയിടത്തും സ്വന്തമായി തന്നെ സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്ന വാർത്ത ഇതിനിടയിൽ തന്നെ നമ്മളേവരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജോലി യാന്ത്രികമായി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും വീട്ടുജോലിക്കാരെ ഉപയോഗിച്ച് ചെയ്യിക്കുകയാണെങ്കിലും ഇതൊക്കെ നോക്കി നിൽക്കുന്നെങ്കിൽ അതിനുകൂടി കൂലി കൊടുക്കണമെന്ന് യൂണിയൻ അംഗങ്ങൾ ആവശ്യപ്പെടുന്നതിനെയാണ്, ഒരു നിശ്ചിത തുക കൊടുക്കേണ്ടി വരുന്നതിനെയാണ് നോക്കുകൂലി എന്ന് പറയുന്നത്.
ഒരു അസാധാരണ കീഴ്വഴക്കം അങ്ങനെ സൃഷ്ടിച്ചു പോന്നിരുന്നു. ഇതിനെ ഒരു അധാർമിക തൊഴിൽ സമ്പ്രദായമായി വ്യാപകമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിൽ വ്യാവസായികമായി വികസിക്കാത്തതിൻ്റെ ഒരു കാരണമായി നോക്കുകൂലിയെ എടുത്തു പറയാൻ കഴിയുന്നുണ്ട്. ഈ നിയമവിരുദ്ധമായ സമ്പ്രദായം അവസാനിപ്പിക്കാൻ കേരള സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിൽ വകുപ്പ് നടപടികളും മറ്റുമൊക്കെ സ്വീകരിച്ചു പോന്നിരുന്നു. നോക്കുകൂലി ആവശ്യപ്പെട്ട തൊഴിലാളികളുടെ ജോലി പോലും ഇല്ലാതാക്കുന്നതുൾപ്പെടെ നോക്കുകൂലി ആവശ്യപ്പെടുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്നും ഇടപെടൽ അടക്കമുണ്ടായപ്പോഴാണ് ഇതിന് തടയിടാനായി സാധിച്ചത്. 2018 മെയ് 1 അധികാരത്തിലുണ്ടായിരുന്ന പിണറായി വിജയൻ സർക്കാർ നോക്കുകൂലി നിരോധിച്ചുകൊണ്ട് അത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഉത്തരവ് 2018 പുറപ്പെടുവിച്ചെങ്കിൽ അതിനു മുൻപ് അത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെടുന്നു. എന്ത് ന്യായമാണ് അതിനു മുന്നിൽ നിരത്താനായി സാധിക്കുന്നത്? കേരളത്തെ ചുവട്ട് തൊഴിൽ മേഖലയിൽ നിന്നും നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള അനാരോഗ്യ പ്രവണതകൾ അവസാനിപ്പിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത് തൊഴിലാളി പാർട്ടിയായ CPM-ൽ നിന്ന് തന്നെയാണ് അതിൻ്റെ തുടക്കം ആവർത്തിക്കേണ്ടത്. മെച്ചപ്പെട്ട തൊഴിൽ സംസ്കാരം പ്രാവർത്തികമാക്കാനും ലക്ഷ്യമിട്ടുള്ള ഉത്തരവായി ഇതിനെ നോക്കിക്കണ്ടു. തൊഴിൽ മേഖലകളിൽ ചില യൂണിയനുകൾ തൊഴിലാളികളെ വിതരണം ചെയ്യുന്നതിന് അവകാശം ഉന്നയിക്കുന്നതും അവസാനിപ്പിക്കും. ചെയ്യാത്ത ജോലിക്ക് ഒരിക്കലും ആരോടും കൂലി ആവശ്യപ്പെടാനോ അത് കൈപ്പറ്റാനോ സാധിക്കില്ല. അത് നിയമവിരുദ്ധമായി തന്നെയാണ് കണക്കാക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 2018 മാർച്ച് 8 നടന്ന ട്രേഡ് യൂണിയൻ ഭാരവാഹികളുമായിട്ടുള്ള ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് തൊഴിൽ വകുപ്പ് അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അമിത കൂലി ആവശ്യപ്പെടുന്നതും ചെയ്യാത്ത ജോലിക്ക് കൂലി ആവശ്യപ്പെടുന്നതും അടക്കമുള്ള പ്രവണതകൾ സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തെ തന്നെയാണ് മോശകരമായി ബാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നോക്കുകൂലി ഒഴിവാക്കാൻ കേരള ചുമട്ട് തൊഴിലാളി നിയമത്തിൽ സർക്കാർ ഭേദഗതി വരുത്തി. ചുമട്ട് തൊഴിലാളി നിയമത്തിലെ 9-ാം വകുപ്പിലെ 1, 2 ഉപവകുപ്പുകളാണ് ഭേദഗതി ചെയ്തത്. ചുമട്ട് തൊഴിലാളി നിയമത്തിൽ സർക്കാർ വരുത്തിയ ഭേദഗതി ഗവർണർ പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു. നോക്കുകൂലി വാങ്ങിയാൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുക്കുമെന്ന് നിയമസഭയിൽ അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായ TP രാമകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തു. കേരളത്തിലെ തൊഴിലാളികളെ അധിക്ഷേപിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ മുന്നോട്ട് പോകുന്നു. ആ പ്രസ്താവനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ INTUC-യും CITU-യും ഒക്കെ തന്നെ രംഗത്ത് വന്നു. നേതൃത്വവും മന്ത്രിമാരും ഇതിന് കുടപിടിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ തൊഴിലാളികളെ അധിക്ഷേപിച്ച കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം ഹീനവും കേരള വിരുദ്ധവുമാണെന്നാണ് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറയുന്നത്. നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ പറയുന്നത്. കേന്ദ്രമന്ത്രിയുടെ തൊഴിലാളി വിരുദ്ധവും കേരള വിരുദ്ധവുമായ നിലപാടിൽ പ്രതിഷേധിക്കാൻ സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും മുന്നോട്ട് വരണമെന്നാണ് എളമരം കരീം ആവശ്യപ്പെട്ടത്. കേന്ദ്രമന്ത്രി പറഞ്ഞ വിധത്തിലുള്ള നോക്കുകൂലി പോലെയുള്ള ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രവണതകൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചവരാണ് കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾ. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അപൂർവം ചില തൊഴിൽ കേന്ദ്രങ്ങളിലുണ്ടായ തെറ്റായ പ്രവണതകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ട്രേഡ് യൂണിയനുകൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് CITU മാത്രമല്ല ട്രേഡ് യൂണിയൻ INTUC, AITUC, BMS, STU തുടങ്ങിയ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിയുടെ വിമർശനത്തിന് CITU-നെയും CPM-നെയും മാത്രം ഇരയാക്കിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ വിരോധം തീർത്തു എന്നാണ് എളമരം കരീം പറയുന്നത്. നിർമ്മലാ സീതാരാമൻ നടത്തിയത് സർവ്വ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കുമെതിരായ തെറ്റായ പ്രസ്താവനയാണെന്ന് INTUC നേതാവ് R ചന്ദ്രശേഖരനും പറഞ്ഞു. കേരളത്തിൽ നോക്കുകൂലി കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആണെങ്കിലും ഒരു തൊഴിലാളി സംഘടനകളും നോക്കുകൂലിയെ അനുകൂലിക്കുന്നതായി കണ്ടിട്ടില്ലെന്നും കേരളത്തിൽ നോക്കുകൂലി വേണമെന്ന് ആവശ്യപ്പെട്ടത് BJP സംഘടനയായ BMS ആണെന്നും ആരോപിച്ചു. പരസ്യമായി പല വേദികളിലും BMS അത്തരം നിലപാട് സ്വീകരിച്ചുവെന്നാണ് ചന്ദ്രശേഖരൻ പറയുന്നത്. തൊഴിലാളികളെ അധിക്ഷേപിക്കുക എന്നത് BJP സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിത നയമായിട്ടാണ് തങ്ങൾ കാണുന്നതെന്നും 2014 BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങളും നയങ്ങളും മാറ്റി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കി. കേന്ദ്രത്തെ ഭരിക്കുന്ന സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ നിർമ്മലാ സീതാരാമന്റെ പരാമർശം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. അതിനിടെ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച, അതിലുള്ള ദുരൂഹത പ്രതിപക്ഷ നേതാക്കൾ ഇതോടൊപ്പം തന്നെ ആരോപിക്കുന്നുണ്ട്. ഗവർണറുടെ സാന്നിധ്യത്തിലുള്ള കൂടിക്കാഴ്ച അസാധാരണമാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിൽ കൂടുതൽ വ്യക്തത വരുത്താതെ മുന്നോട്ട് പോകുന്നത് അപകടമാണെന്നുമാണ് KC വേണുഗോപാൽ MPയുടെ സൂചന. അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഈ കൂടിക്കാഴ്ച അനൗപചാരികമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കൂടിക്കാഴ്ചയിൽ എന്ത് സംസാരിച്ചു? അക്കാര്യത്തിൽ വ്യക്തതയില്ല. ഇതാണ് പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ ധനമന്ത്രിയുമായി ഗവർണറുടെ സാന്നിധ്യത്തിൽ എന്ത് ചർച്ച ചെയ്തുവെന്ന് KC വേണുഗോപാൽ ചോദിക്കുകയുണ്ടായി. അവരിട്ടാൽ ബർമുഡ, ഞങ്ങളിട്ടാൽ വള്ളി ട്രൗസർ എന്ന ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MPയും പരിഹസിച്ചു. വീണ വിജയനെതിരായിട്ടുള്ള SFIO അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെയുള്ള കൂടിക്കാഴ്ച ഇത് വളരെ ദുരൂഹമാണെന്നാണ്
ആരോപിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിന് തന്നെ തേജോവധം ചെയ്തവർ നട്ടെല്ലുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്നാണ് NK പ്രേമചന്ദ്രൻ MP പറയുന്നത്. അതേസമയം ഈ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും ഒരുമിച്ചിരുന്നൊരു ചായ കുടിച്ചതിൽ എന്താണ് തെറ്റെന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. ഡൽഹിയിലൊക്കെ ഇത്തരം ചായ സൽക്കാരങ്ങൾ പതിവാണെന്നും ഇതിനെയൊക്കെ സംശയദൃഷ്ടിയോടെ കാണുന്നത് രാഷ്ട്രീയം മാത്രമാണെന്നും K സുരേന്ദ്രൻ ഇതോടൊപ്പം ആരോപിച്ചു.